പ്രിയമുള്ളവരെ, നമ്മുടെ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയൊരു പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടെക്നോളജി വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള നാടുകളിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും കേരളത്തിലും എത്തിയിട്ടുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. കാരണം റോഡ് മുഴുവൻ കുഴിച്ച് കുളമാക്കാതെ ഒരു ഭാഗം മാത്രം, ഒരു 150 അല്ലെങ്കിൽ 100 മീറ്ററിനുള്ളിൽ ഒരു ഭാഗം മാത്രം കുഴിച്ചുകൊണ്ട് ആ പൈപ്പ് താഴെ കൂടെ ഡ്രില്ല് ചെയ്ത് അപ്പുറത്ത് എത്തി ആ ഒരു കണക്ട് ചെയ്യുന്ന ഒരു രീതി, മെത്തേഡ്, അത് പലപ്പോഴും നമ്മൾ പല മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മുടെ കൺമുമ്പിൽ നേരെ വന്നപ്പോൾ ഇതിൻ്റെ പ്രവർത്തന രീതി ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ചിലപ്പോൾ ഇതിൻ്റെ താഴെ കമൻറ്റ് വരും, ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഇപ്പോഴാണോ താങ്കൾ കാണുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ വരും. എന്നിരുന്നാലും ഇതിപ്പോൾ ഒന്ന് കണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാൻ താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർ മാത്രം ഇത് കാണുക, ഇതറിയാവുന്നവർ സ്കിപ്പ് ചെയ്തേക്കുക. ഇതാണ് ഇതിൻ്റെ രീതി. ഇവിടെയാണ് കുഴി. അപ്പോൾ ഇവിടുന്ന് താഴെ നേരെ താഴോട്ട് ഇത്രയും ദൂരം പൈപ്പ് താഴെ കൂടെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രില്ല് ചെയ്ത് നമ്മുടെ താഴെ ഇവിടെ ഒരു മെഷീൻ ഇരിപ്പുണ്ട്. ഈ ഒരു സ്കാനിങ് മെഷീനാണ്. ഈ സ്കാനിങ് മെഷീനിൽ നമുക്ക് കാണാം പൈപ്പ് എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ഒരു പോയിൻ്റ് കാണാം. ആ പോയിന്റിലാണ് ആ പൈപ്പ് എത്തി നിൽക്കുന്നത്. അവിടുന്ന് പതിയെ ആ അപ്പുറത്ത് മോട്ടറിൽ നിന്നും മെഷീനിൽ നിന്നും അവിടെ വർക്ക് ചെയ്യുന്ന രീതിയിൽ ആ പൈപ്പ് തള്ളി മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാം. അവിടെ പല റീഡിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ റീഡിങ്ങും അതിന് ഓരോന്നിൻ്റെ നേരെ പോകുന്നതാണോ, നേരെയാണോ, സൈഡിലേക്കാണോ, എത്രമാത്രം കർവിൽ പോകണം, എത്രയും സ്ട്രെയിറ്റ് ആയിട്ട് പോകണം, ഇതെല്ലാം അവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നമുക്കവിടെ ആ ഒരു മെഷീനിൽ, ചെറിയൊരു മെഷീൻ, സ്കാനിങ് മെഷീനാണ്. ആ സ്കാനറിൽ അതിൻ്റെ ആ ഒരു മെഷീനിൽ നമുക്ക് കാണാം. അതാണ് സെറ്റ് ചെയ്യുന്നതെല്ലാം. അത് സെറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഇതിൻ്റെ മുന്നിലൊരു സെൻസറുണ്ട്. ആ സെൻസർ ഇത് തമ്മിൽ പ്രവർത്തിച്ചാണ് ഈ പൈപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി. ഇത് നമ്മൾ ശരിക്കും ഇതൊക്കെ നമുക്കറിയാവിടെ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ ഇത് ശരിക്കും ഇതൊക്കെ അറിയേണ്ട കാര്യം തന്നെയാണ്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ വലിയ അറിവുകൾ നൽകുന്ന കാര്യങ്ങളാണ്. ഇത് ഇത്രയും ദൂരമാണ് ഈ ഒരു സംഭവം അവിടുന്ന് ഡ്രില്ല് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം ഇവിടെ. അങ്ങനെ അവിടെ വരെ പൈപ്പ് എത്തിക്കഴിഞ്ഞാൽ നേരെ ആ ഒരു സ്കാനിങ് മെഷീൻ നമ്മൾ നേരെ തൊട്ടപ്പുറത്ത് അടുത്ത പോയിൻ്റ് വരേണ്ട എവിടെയാണോ അവിടെ വരെ എത്തിക്കും. അവിടെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും അവിടുന്ന് മാറ്റും. അതാണ് അതിൻ്റെ ഒരു രീതി. അദ്ദേഹമാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ കൺട്രോളിങ് സെക്ഷൻ അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു കണ്ട ഇത്രയും വെള്ളമൊക്കെ അടിച്ചാണ്. നമുക്കറിയാം ഇത്രയും ടെമ്പറേച്ചറിൻ്റെ ഗേജ് കാണിക്കുന്നതൊക്കെ അവിടെ ഉണ്ട്. ഇതിപ്പോൾ എത്ര മീറ്റർ ആയി എന്ന് അവിടുന്ന് അളന്നുകൊണ്ട് വരുന്ന ഒരു രംഗമാണ്. അത് അളക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 80 മീറ്ററോളമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് 100 മീറ്ററിനുള്ളിലാണ് ഇവർ ആ ഒരു പുതിയ മെഷീൻ ഇവിടെ വെച്ച് അത് പൈപ്പ് ഡ്രില്ല് ചെയ്ത് കയറ്റുന്നത്. അപ്പോൾ ഇതിപ്പം പുതിയൊരു പൈപ്പ് കയറ്റുകയാണ്. അതിപ്പം കയറ്റി അത് ഫിറ്റ് ചെയ്യുന്ന ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ പ്രവർത്തനം നിങ്ങളൊന്ന് കാണുക. ഇതിപ്പോൾ വർക്ക് ചെയ്തിട്ട് അറിയാവുന്നവർ ഇതിൻ്റെക്കാട്ടി കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ നാളെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അറിവുകളൊന്ന് ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ വലിയൊരു കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത ഇൻഫർമേഷനും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് ഫോർ ട്രാവൽ. സൈനിങ് ഔട്ട്. ബൈ ബൈ.